യുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ടൗൺഷിപ്പിൽ നമുക്ക് കാണാനുള്ളത്. വീടിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളം, ഡ്രൈനേജ്, അതുപോലെ വീടിന്റെ ചുറ്റുഭാഗം, മതില്, മുറ്റം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളൊക്കെ തന്നെ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്തബാധിതർ പറയുന്നത് 178 കുടുംബങ്ങളെയും ഒരുമിച്ച് താമസിപ്പിക്കുന്ന ഒരു രീതി തന്നെ ഉണ്ടാവണം. അങ്ങനെയാണ് അവർക്കൊരു സുരക്ഷിതത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ 178 കുടുംബങ്ങളെ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ദുരന്തബാധിതരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ താമസിക്കാൻ ഇപ്പോഴും വൈകുന്നത്. മാത്രമല്ല, റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിലവിൽ സർക്കാർ ടൗൺഷിപ്പിൽ ഈ ഒരു താമസം വൈകുന്നത്. ഫൈസൽ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വീടുകളുടെ അവസ്ഥ എന്താണ്? അവിടെയും ആളുകൾ താമസം തുടങ്ങിയിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണത്? ആ കാര്യം തന്നെയാണ് കൃത്യമായിക്കൊണ്ട് ഈ ഫെബ്രുവരി മാസം 28 തീയതി ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച 51 വീടുകൾ കൈമാറിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർക്ക് അവരുടേതായ ഒരു ഫംഗ്ഷനും കൂടി വെച്ചതിന് ശേഷം മാത്രം താമസം മാറ്റിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഗുണഭോക്താക്കൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു താമസം വൈകുന്നത്. മുസ്ലിം ലീഗിന്റെ വീടുകളുടെ കാര്യം നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ്. കാരണം ഈ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ വീട് പൂർണ്ണമായും താമസയോഗ്യമാക്കി തന്നെയാണ് ഈ ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടുള്ളത്. വെള്ളം, ഡ്രൈനേജ്, ബാക്കി ഫർണിച്ചർ ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഈ വീടുകളിൽ നൽകിയിരുന്നു. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായി ഏത് സമയവും താമസം മാറാൻ കഴിയുന്ന രീതിയിൽ തന്നെയായിരുന്നു മുസ്ലിം ലീഗ് വീടുകൾ കൈമാറിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർക്ക് അവരുടേതായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവരുടെ ഒരു ഫംഗ്ഷൻ വെച്ചുകൊണ്ട് 51 കുടുംബങ്ങളും താമസിക്കാമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിൽ ഈ താമസം വൈകുന്നത്. അത് മാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച ബാക്കി 54 വീടുകളുണ്ട്. ആ വീടുകളുടെ നിർമ്മാണവും ഇപ്പോൾ അതിവേഗം തന്നെ പുരോഗമിക്കുകയാണ്. ഈ നേരത്തെ പൂർത്തീകരിച്ച 51 വീടുകളുടെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റുള്ള വീടുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുന്നത്. എന്തായാലും ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ആ വീടുകളുടെ നിർമ്മാണവും പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പങ്കുവെക്കുന്നത്. എൻ്റെ പാർട്ടി കണ്ടമിടറുകയാ. വല്ലാത്തൊരു വൈകാരിക നിമിഷം ഇതൊക്കെ കേൾക്കുമ്പോ, അല്ലേ? നമ്മളായിട്ട് ഒന്നും പറയേണ്ടി വരുന്നില്ല. ജനം വേണ്ട രീതിയിൽ പറയുകയും ചെയ്യുകയും കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പാർട്ടി, CHന്റെ പാർട്ടി, കായിദെ മില്ലത്തിന്റെ പാർട്ടി, PMS പൂക്കോയ തങ്ങളുടെ പാർട്ടി, ബാഫക്കി തങ്ങളുടെ പാർട്ടി, ബഹുമാനപ്പെട്ട പാണക്കാട്ട പൂമുത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടി, ആറ്റപ്പൂ ഹൈദരലി തങ്ങളുടെ പാർട്ടി, എൻ്റെ പാർട്ടി അതിൻ്റെ ഒരു ഭാഗമാവുക. എന്തിനാണോ അതിൻ്റെ ഒരു അനുഭാവിയാവുക? ഇത് തന്നെ വല്ലാത്തൊരു ഭാഗ്യ. കേൾക്കണില്ലേ? നിങ്ങള് കേൾക്കണില്ലേ? മാർച്ച് 1 പിണറായി വിജയൻ കൊട്ടിഘോഷിച്ച് മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്ത് താക്കോല് കൊടുത്തിട്ട് ഒരു വീട് താമസയോഗ്യമല്ലടോ. ഒറ്റൊരു വീട് പോലും താമസയോഗ്യമല്ല. ഒറ്റ വീട് പോലും ഈ നിമിഷവും താമസയോഗ്യമല്ല എന്ന് പറയുമ്പോ എന്തിനാ വിജയ ഉദ്ഘാടനം ചെയ്തത്? എന്തിനാ വിജയ താക്കോല് കൊടുത്തത്? ആരെ കാണിക്കാനാ വിജയ? ആരെ ബോധ്യപ്പെടുത്താനാ വിജയ? വിജയന് 4 വോട്ട് മതിയായിരുന്നു. അതിനപ്പുറം എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ ലീഗും സർക്കാരും തമ്മിലുള്ള പ്രശ്നം എന്താ? ഇവിടെ ലീഗും സർക്കാരും തമ്മിലുള്ള അന്തരം എന്താ? എടോ, ഫിസിക്കലി ഒരു സാധനം ഉണ്ടാക്കുക എന്നല്ല, അത് മനസ്സറിയണം, മനസ്സ് തൊട്ടായിരിക്കണം. ആത്മാർത്ഥത എന്നൊന്ന് പറയുന്നത് ദാ ഇവിടെ നിന്ന് ഹൃദയത്തിൽ നിന്നുണ്ടാവണം. അതില്ലെങ്കിലുള്ള പ്രശ്നമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 1 താക്കോല് കൊടുത്തു. എന്ന് കയറി താമസിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ വിഷുവിന് മുന്നോടിയായിട്ട് വിഷു അല്ലെങ്കിൽ ആ വീടുകളിൽ ആഘോഷിക്കാമെന്ന് ആ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചു വിജയൻ, അല്ലേ? ആ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചു. കാരണം വിജയന് മുന്നിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മാർച്ച് 1 കൊടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ കൊടുക്കാൻ പറ്റൂല. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതും കാര്യമില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊടുക്കണമെന്നുള്ളതായിരുന്നു വിജയന്റെ ലക്ഷ്യം. എന്നിട്ട് എന്തായി? ഇന്റെ ലീഗ് കൊടുത്ത വീടോ കണ്ണ് നിറയല്ല സഹോദരങ്ങളെ, കണ്ണ് നിറയല്ലേ നമുക്ക്? നമ്മുടെ മനസ്സങ്ങനെ നിറഞ്ഞു തുളുമ്പല്ലേ? നമ്മൾ കൊടുത്തത്, എൻ്റെ പാർട്ടി കൊടുത്തത് എങ്ങനെയാ? ഫുൾ റെഡി ടു ഒക്കുപ്പേ എന്ന് പറയുന്ന രീതിയിൽ താമസയോഗ്യമാക്കിയിട്ട് എൻ്റെ പാർട്ടി അങ്ങോട്ട് കൊടുത്തു, അല്ലേ? ആരാണുള്ളത് കേരളത്തിൽ? ആരാ?
ഞാൻ വിജയനോട് അന്നേ പറഞ്ഞു, വിജയ ഓടണ്ട, എത്തൂല വിജയ, ലീഗ് നടന്നിട്ടാ പോണേ, ഓടിയാലും ആ നടന്നു പോകുന്ന ലീഗിന്റെ കൂടെ എത്തൂല വിജയ എന്ന് അന്നേ പറഞ്ഞില്ലേ? എത്തിയോ? എന്നിട്ട് എത്തിയോ? ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പൊ ലീഗിന്റെ വീട്ടില് എന്താ താമസിക്കാത്തെ? അത് വേറൊന്നല്ല, അത് ആ കിട്ടിയ ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്ന വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ. തെരഞ്ഞെടുപ്പ് നേതാക്കന്മാരൊക്കെ വലിയ തിരക്കിലാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അപ്പം അതൊന്ന് കഴിഞ്ഞിട്ട് അവരുടേതായ ഒരു ഹൗസ് വാമിങ് ഫംഗ്ഷൻ കൂടി നടത്തിയിട്ട് അതിലേക്ക് അങ്ങോട്ട് കയറാം. കാരണം ഒരു ജനതയുടെ ഒരു ജീവിതകാലത്തെ സ്വപ്നം ഒരു രാത്രി കൊണ്ട് കുത്തിയൊലിച്ച് പോയ പാവങ്ങളാണ് അവർക്ക് ഇതൊക്കെ കിട്ടിയപ്പോൾ വലിയ സന്തോഷം. അപ്പൊ ആ സന്തോഷം നന്നായിട്ടൊന്ന് അങ്ങോട്ട് ആഘോഷിച്ചിട്ട് തന്നെ ആ വീട്ടിലേക്ക് കയറി കിടക്കണമെന്ന്. അപ്പോൾ അവരൊരു ഫംഗ്ഷൻ കൂടി, ഒരു ഹൗസ് വാമിങ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ അവരുടേതായ ഒരു ഫംഗ്ഷൻ കൂടി, അത് ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരെയും വിളിച്ച്, സമൂഹത്തിലെ എല്ലാവരെയും വിളിച്ച്, ആ നാട്ടുകാരെയൊക്കെ വിളിച്ച് അവരുടേതായ രീതിയിൽ ഒരു ഫംഗ്ഷൻ കൂടി നടത്തിയിട്ട് ആ വീട്ടിലേക്ക് കയറി കിടക്കണമെന്നുള്ള അവരുടെ ഒരാഗ്രഹത്തിന് പുറത്ത് ആ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ലീഗ് കൊടുത്ത വീട്ടിൽ കയറി കിടക്കാൻ പറ്റാണ്ടല്ല. ലീഗ് വിത്ത് ഫർണിച്ചർ എന്തിനടോ പില്ലോ കവർ അടക്കം കൊടുത്ത്, ലീഗ് പില്ലോ കവർ കൊടുത്ത്, പില്ലോ കൊടുത്ത്, ബെഡ് കൊടുത്ത്, കട്ടിൽ കൊടുത്ത്, അലമാര കൊടുത്ത്, ഡൈനിങ് ടേബിൾ കൊടുത്ത്, കസേര കൊടുത്ത്, സോഫ സെറ്റ് കൊടുത്തു, അടുക്കളയിലേക്കുള്ള പാത്രങ്ങൾ കൊടുത്തു, ഫാൻ കൊടുത്തു, ലൈറ്റ് കൊടുത്തു, ബൾബ് കൊടുത്തു, എവ്രിതിങ്. ഇത് നമ്മൾ പറയാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ ഇത് അന്തം കമ്മി അടിമകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. ഹൈ 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 അത് പറയിപ്പിക്കുന്നത് ഈ പറയുന്ന ഒരു സർക്കാർ, അധികാരം, സിസ്റ്റം, പണം എല്ലാം ഉണ്ടായിട്ടും അത് ചെയ്ത് കാണിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ വിജയം ഭൂലോക തോൽവിയല്ലാണ്ട് എന്ത് മണ്ണാങ്കട്ടയാടോ പിന്നെ വിജയൻ എന്ന് പറയുന്നത്? ഭൂലോക തോൽവിയല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്നത്? ആ വിജയനെയാണോ നിങ്ങൾ മുഖം ഇങ്ങനെ കേരളത്തിൻ്റെ ഉടനീളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഫ്ലെക്സ് അടിച്ചു വെച്ചത്? ഈ തോൽവിയുടെ മോന്ത കണ്ടാൽ തന്നെ ജനം വോട്ട് ചെയ്യോ? മനസ്സിലായില്ലേ? അപ്പോ പറഞ്ഞു വരുന്നതൊന്നുമല്ല, ഇന്റെ പാർട്ടി അതോ എന്തൊരു അഭിമാനമുള്ള പാർട്ടിയാണോ, എന്തൊരു മാതൃകയാണോ എൻ്റെ പാർട്ടി, അല്ലേ? ഈ പാർട്ടിയെ കൊണ്ടല്ലാതെ വേറെ ആർക്കടോ ഇവിടുത്തെ സർക്കാരിനുണ്ടായോ? നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായോ? അങ്ങനെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമായിരുന്നോ? ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ്, അങ്ങനെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ വേണമെന്ന് കരുതിയിരുന്നെങ്കിൽ 6 മാസം കൊണ്ട് ഈ പറയുന്ന ടൗൺഷിപ്പും 400 വീടുകളും പൂർത്തീകരിച്ച് ജനത്തെ അവിടെ കയറ്റി കിടത്തി താമസിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാരിനുണ്ടായില്ലേ? പണം ഉണ്ടായില്ലേ? ആര് കൊടുത്ത പണം? കേരളത്തിൻ്റെ പൊതുസമൂഹം കൊടുത്ത പണം, അല്ലേ? കേരളത്തിൻ്റെ പൊതുസമൂഹം കൊടുത്ത പണമുണ്ടായില്ലേ? ആ പണം ഇപ്പം നമ്മൾ എന്തൊരു സംഭവത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും തടസ്സമാകുന്നത് എന്താണ്? പണമാണ്. എന്നാലോ ഇങ്ങനത്തെ 3 ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള പണം കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കയ്യിലേക്ക് ജനം നൽകി. എന്തിന്? ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എമൗണ്ട്, അല്ലേ? ഒരു ഫണ്ട് വേറെ തന്നെ ജനം നൽകിയില്ലേ? എന്നിട്ട് 6 അധികാരമുണ്ട്, സിസ്റ്റം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 6 മാസം വേണ്ടിയിരുന്നില്ല, അല്ലേ? 6 മാസം വേണ്ടിയിരുന്നോ? ഇല്ല. എന്നിട്ടും ചെയ്തു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ വിജയൻ ഭൂലോക തോൽവിയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ തോൽവിയുടെ മുഖചിത്രവും വെച്ചോണ്ട് കേരളത്തിൽ ഫ്ലെക്സ് ഒട്ടിച്ചോണ്ട് നടക്കുവോ? അപ്പോ ചെയ്തത് അത്രയും ദ്രോഹമാണ്. താക്കോല് കൊടുത്തിട്ട് എപ്പോൾ താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ രാജൻ പറഞ്ഞത് എന്താ രാജൻ പറഞ്ഞത്? രാജൻ പറഞ്ഞ് വിഷുവിൻ്റെ മുമ്പ്. വിഷു തീർന്നടോ രാജ, ഇനി അടുത്ത വർഷം വിഷു ഉള്ളൂ. ആ അടുത്ത വർഷം വരെ കാത്തിരിക്കണോ ഈ പാവങ്ങള്? അപ്പൊ പിന്നെ അടുത്ത വർഷം വരെ കാത്തിരിക്കണമായിരുന്നെങ്കിൽ എന്തിനാണ് ആ പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്?
എന്തിനാണ് ആ പാവങ്ങളുടെ കയ്യിൽ താക്കോല് കൊടുത്തത്? എന്തിനാണ് അത് ചിത്രീകരിച്ച് വീഡിയോ ചിത്രീകരിച്ച് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? എന്തിനാണ് കോടികൾ മുടക്കിയിട്ട് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തിയത്? എന്തിനായിരുന്നു? അതുമാത്രമല്ലല്ലോ, അവസാനം ഏറ്റവും ഒടുവിൽ ഒന്നുകൂടി ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉദ്ഘാടനം നടത്തി വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. എന്നിട്ടൊന്നും കേരളത്തിൽ അത്ര അങ്ങോട്ട് പ്രചരണം കിട്ടിയില്ല, ആ പ്രചാരം കിട്ടിയില്ല. എന്നിട്ട് എന്താക്കി, അവസാനം പ്രചാരം ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിനെ കൊണ്ടുപോയി നോക്കുമ്പോൾ പ്രചാരം കിട്ടി. പക്ഷേ അതെന്തായി, നേരെ തിരിച്ചടിക്കുന്ന രീതിയിലായി. പാർട്ടി സെക്രട്ടറി ഒരു റഫീഖ് ഉണ്ട്, ഇവൻ വന്നേ ഭൂലോക ഉടായിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വയനാട്ടിൽ മാനന്തവാടിയിലെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ ഉടായിപ്പ ഇവൻ. അന്ന് മുതൽ ഇവൻ അവിടെ പഠിച്ചിറങ്ങിയതാ ഈ റഫീഖ് അവിടെ പഠിച്ചിറങ്ങിയിട്ട് ഈ റഫീഖ് ഞങ്ങൾ ഇവൻ്റെ ജൂനിയറായിട്ട് കോളേജിലെത്തിയതാ. അപ്പോൾ ആ സമയം മുതൽ SFIക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇവനൊരു കോളേജിൽ വരൽ, പോക്ക്, SFI കാണൽ, അവരുടെ യൂണിറ്റ് യോഗങ്ങൾ കൂടൽ, ഇതൊക്കെ ഉണ്ടായിരുന്നതാ. അപ്പോൾ ഇവൻ ഉടായിപ്പാണ് എന്നുള്ളത് അന്ന് മുതലേ നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ ഉടായിപ്പ് എന്താക്കി, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ സാക്ഷാൽ മമ്മൂട്ടി അങ്ങ് പൊളിച്ചടക്കി കൊടുത്തു. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, വഴി മാറണ്ട, ചർച്ച മാറിപ്പോകണ്ട, സംസാരം വിഷയം മാറരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമുക്കിതൊക്കെ കാണുമ്പോൾ ഇതൊന്നും നമ്മൾ പറയുന്നതല്ല, ഏതെങ്കിലും മുസ്ലിം ലീഗുകാരന് പറയുന്നതല്ല, ലീഗിനോട് കടുത്ത വിരോധമുള്ള ആൾക്കാരുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ലീഗിനോട് കടുത്ത വിരോധമുള്ള ആളുകളുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെ എതിരാളികളെ കൊണ്ട് പറയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിക്കല്ലാണ്ട് വേറെ ആർക്കാ സാധിക്കുന്നത്? കുഴലൂത്തുകാർ പറയുന്നതല്ല, എതിരാളികൾ പോലും സമ്മതിച്ച് മുന്നിൽ വന്ന് സമ്മതിച്ച് അങ്ങ് അഭിനന്ദിക്കുകയാണ് എൻ്റെ പാർട്ടീനെ. എന്താ കാര്യം? അതിനൊരു കാരണമുണ്ടോ? ചെയ്യുന്നത് അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് ചെയ്തത് അപ്പാവങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാ. ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആ ദുരിതബാധിതരായിട്ടുള്ള പട്ടിണി പാവങ്ങൾ, സാധാരണക്കാരനോടോ അവിടെ തകർന്നടിഞ്ഞു പോയതൊന്നും മണിമാളികളോ അല്ലെങ്കിൽ കൊട്ടാരങ്ങളോ ആയിരുന്നില്ല. ഒരു ജീവിതം കൊണ്ട് വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയതായിരുന്നു നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട പാവങ്ങളുടെ കൂടെ നിൽക്കണമെന്നുള്ള ചിന്ത മാത്രമല്ല, അത് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു എൻ്റെ പാർട്ടി. ഇതിൽ പരം അഭിമാനം വേറെന്ത് വേണോ? ഈ ഹരിത പതാകയെ നെഞ്ചോടിങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ നമുക്കൊക്കെ ഇതിൽ പരം അഭിമാനം വേറെന്താണ്? ആ പതാക പിടിക്കാൻ കഴിയുക, അതിൻ്റെ ഒരു അനുഭാവിയാവുക, അത് മാത്രം മതി. വലിയ പ്രവർത്തകരാകണ്ട. തെരഞ്ഞെടുപ്പ് കയറുമ്പോൾ വീടുകൾ കയറി ഇറങ്ങി നോട്ടീസ് കൊടുക്കാൻ പോണ്ട, ലീഗിൻ്റെ പാർട്ടി മീറ്റിങ്ങുകൾക്ക് അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് പോണ്ട, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾക്ക് പോണ്ട, ഒന്നിനും പോണ്ട. ആ ഹരിത പതാകത ഇവിടെ ഉണ്ടായാൽ മതി, മറ്റൊരാളെയും കാണിക്കാൻ വേണ്ടിയല്ല. ഇത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നം. മനസ്സിലായില്ലേ? ആ അഭിമാനം തൊട്ട് കളിക്കാൻ ഒരുത്തരെയും സമ്മതിക്കില്ലടോ. മാത്രവുമല്ല, ഈ മലപ്പുറം ചുൽത്താനി ഏരപ്പൻ ജലീൽ എന്താ പറഞ്ഞത്? ലീഗിന്റെ വീട്ടിൽ കയറിക്കിടക്കൂലെന്ന്. എടോ ജലീലേ, ഏരപ്പ, ഇപ്പൊ കയറിക്കിടക്കാൻ ലീഗ് കൊടുത്ത വീട് മാത്രമേ ഉള്ളൂ. ഏരപ്പ മനസ്സിലാക്കിക്കോ, കയറിക്കിടക്കാൻ ലീഗ് കൊടുത്ത വീട് മാത്രമേ ഉള്ളൂ. നിന്റെ രാജാവ് കൊടുത്ത വീട് ഇതുവരെ റെഡിയായിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ കൊടുത്തത് എന്നുള്ള ചോദ്യം പിന്നെയും ബാക്കിയാവല്ലേ? എന്തിനാ കൊടുത്തത് എന്നുള്ള ചോദ്യം ഇനിയും ബാക്കിയാ. എപ്പോൾ കയറിക്കിടക്കാൻ കഴിയും? ഇനിയും ബാക്കിയാ. ഇനിയും ആ ചോദ്യം ബാക്കിയായിട്ട് അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുക. ചിലപ്പോൾ രാജൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അടുത്ത 2027 വിഷുവിന് മുമ്പ് എന്നായിരിക്കും. അതായിരിക്കും രാജൻ 2027 പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ പാർട്ടി അത് അഭിമാനം തന്നെയാ. കവച്ച് വെക്കാൻ ആർക്കും സാധിക്കില്ല, ഒരുത്തനെ കൊണ്ട് സാധിക്കില്ല. വിജയൻ
ഓടുകയല്ല, ഓടിയതിന്റെ മേലെ ഓടിയാലും എത്തൂല വിജയ. ഇത് പ്രസ്ഥാനം വേറെയാ, ഇത് പാർട്ടി വേറെയാ, ഇത് CH-ന്റെ പാർട്ടിയാ, ഇത് കായിദെ മില്ലത്തിന്റെ പാർട്ടിയാ, ഇത് പാണക്കാട്ടെ PMS പൂക്കോയ തങ്ങളുടെ പാർട്ടിയാ, ഇത് പാണക്കാട്ടെ പൂമുത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടിയാ, ഇത് പാണക്കാട്ടെ പൂമുത്ത് ആറ്റപ്പൂ ഹൈദരലി തങ്ങളുടെ പാർട്ടിയാ. ആ പാർട്ടി നടന്നു പോയാലും കിതക്കൂലടോ. വിജയനൊക്കെ ഓടി ഓടി കിതക്കുക എന്നല്ലാതെ എത്തൂല. ഈ പാർട്ടിയോടൊപ്പം എത്താൻ ആയിട്ടില്ല, ആവുകയുമില്ല. വിജയൻ 10 ജന്മം എടുത്താലും സാധിക്കില്ല. എൻ്റെ പാർട്ടി, എൻ്റെ അഭിമാനം അല്ലടോ, ഈ കേരളത്തിൻ്റെ അഭിമാനം, ഈ രാജ്യത്തിൻ്റെ അഭിമാനം, അതെൻ്റെ പാർട്ടി മാത്രമാണ്. എൻ്റെ പാർട്ടി, എൻ്റെ പ്രസ്ഥാനം, അത് മാത്രമാണ്.